Hello Plus to Commerce family. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആൻഡ് ദിസ് ഇസ് ആദിത്യ, യുവർ ഫാക്കൽറ്റി ഓഫ് ഇംഗ്ലീഷ്, ട്രിപ്ലൈ കോമേഴ്സ് അക്കാഡമി. അപ്പോൾ +1 എക്സാം ഒക്കെ കഴിഞ്ഞ് +2 കടക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? എക്സാം റിസൾട്ട് ഒക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? ആൻഡ് മിസ്സിനറിയാം ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് എളുപ്പമായിരുന്നിരിക്കും അല്ലെ, ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ആൻഡ് കുറച്ച് പേർക്കെങ്കിലും ഈ ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ എന്ത് തന്നെയായിരുന്നാലും നമ്മളതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാൻ പോവാണ്. ബിക്കോസ് we are going to start a new chapter. നമ്മൾ ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? +2 കാലെടുത്ത് വെക്കാൻ പോവാണ്. ആൻഡ് അവിടെയും നിങ്ങൾ ഇംഗ്ലീഷ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടല്ലോ. അപ്പോൾ +2 ഇംഗ്ലീഷിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ സിലബസ് എങ്ങനെയാണ്, നമ്മുടെ യൂണിറ്റ്സ് എങ്ങനെയാണ്, ഏതൊക്കെയാണ് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ്, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോവാണ്. ഇംഗ്ലീഷിൽ പ്രധാനമായും നമുക്ക് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. 5 യൂണിറ്റ്സിലായിട്ട് 16 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. നമ്പർ കേട്ട് പേടിക്കേണ്ട. 16 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല പ്രൊലിഫിക് ആയിട്ടുള്ള ഓതേഴ്സിന്റെ ഒരു പിടി നല്ല കഥകളുണ്ട്, കവിതകൾ വരുന്നുണ്ട്, പ്രോസസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വൺ ആക്ട് പ്ലേ, അങ്ങനെ എല്ലാം കൊണ്ടും എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടേത്. ഓക്കെ അല്ലേ? ആൻഡ് ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂലോട്ട് വരുമ്പോൾ ചാപ്റ്റേഴ്സ് മാത്രം മതിയോ നമുക്ക് അല്ലേ? നമുക്ക് എക്സാമിന് ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? ഡിസ്കോഴ്സസ് ഒരുപാട് ഉണ്ടാവും. സ്പീച്ച് ഉണ്ടാവും, എഡിറ്റോറിയൽ എഴുതാനുണ്ടാകും, കോൺവെർസേഷൻ എഴുതാനുണ്ടാവും, ഡയറി എഴുതാനുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ ഫോർമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അതാണ് ഫോർമാറ്റ്സ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഇന്റഗ്രൽ പാർട്ട്. ഏതൊരു ഭാഷയുടെയും ഇന്റഗ്രൽ പാർട്ടാണ് എന്ത്? ഗ്രാമർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എനിക്കറിയാം ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേരുടെയെങ്കിലും മുഖത്തൊരു ചുളി വന്നിട്ടുണ്ടാകും. പക്ഷെ ഡോണ്ട് വെറി ഗൈസ്, നമ്മൾ ട്രിപ്ലൈ ഉണ്ടല്ലോ കൂടെ, മിസ്സിന്റെ കൂടെ നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ. അപ്പോൾ ഗ്രാമർ പാർട്ട് ഉണ്ടാവും. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. 2026 വരെയുള്ള, അതായത് 2017 തുടങ്ങി 2026 വരെ ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഓവർവ്യൂ കിട്ടിയല്ലോ. ഇനി നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ പോവാണ് കേട്ടോ. നോക്കാം. ദ ഫസ്റ്റ് യൂണിറ്റ് എന്താ? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്താണ്? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, സ്വാതന്ത്ര്യം അല്ലേ? ഇവിടെ പ്രധാനമായും നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഓക്കെ. ദ 3 L's ഓഫ് എംപവർമെന്റ്. ക്രിസ്റ്റീൻ ലഗാർഡി എന്ന് പറയുന്ന ഒരു ഫേമസ് ഒറേറ്ററിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് ആണെന്ത്? ദ 3 L's ഓഫ് എംപവർമെന്റ്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് വിമൻ എംപവർമെന്റിനാണ്, സ്ത്രീ ശാക്തീകരണത്തെ. അതായത് ഈവൻ ദോ നമ്മളിപ്പോൾ 21st സെഞ്ചുറിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നിൽക്കുന്നുണ്ട് അല്ലേ? അതായത് സ്ത്രീയെയും പുരുഷനെയും തുല്യമായിട്ട് കാണാത്തൊരവസ്ഥ. ഓക്കെ. അപ്പോൾ എന്താണ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ, അതിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് എന്താണെന്നെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ടറി ചാപ്റ്റർ എന്താണ്? ദ 3 L's ഓഫ് എംപവർമെന്റ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് അതിനുശേഷം നമുക്ക് എനി വിമൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയം വരുന്നുണ്ട്. മാച്ച് ബോക്സ്, അതൊരു സ്റ്റോറിയാണ്. ആൻഡ് ഹുരിഗാലു ഒരു അനക്ഡോട്ട് ആണ്. ഈ 4 ചാപ്റ്റേഴ്സും കൂടി ചേർന്നാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു വിമൻ എംപവർമെന്റ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് യൂണിറ്റിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ആൻഡ് സെക്കൻഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഹൈറ്റ്സ് ഓഫ് ഹാർമണി. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റിലേഷൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ. ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, മനുഷ്യബന്ധങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ പോസസ് ചെയ്യേണ്ട ക്വാളിറ്റീസ് എന്താണ്, ഒരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നമുക്ക് വേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു പിടി നല്ല ചാപ്റ്റേഴ്സാണ്. നോക്കാം. മെൻഡിങ് വാൾ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ് മെൻഡിങ് വാൾ. ആൻഡ് അമീഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി വരുന്നുണ്ട്. അമീഗോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഫ്രണ്ട്സ് എന്നാണ് ആ വാക്കിന്റെ മീനിങ് അല്ലേ? അപ്പോൾ എന്താ പറയാ, നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഏറ്റവും എന്താ പറയാ ക്വാളിറ്റി ഉള്ളൊരു റിലേഷൻഷിപ്പാണ് എന്ത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടും ട്രസ്റ്റിനെ പറ്റി, നമ്മളുടെ സത്യസന്ധതയെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അടിപൊളി യൂണിറ്റ് ആണ് എന്ത്? ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ആൻഡ് അതിൽ വരുന്ന ലാസ്റ്റത്തെ ചാപ്റ്റർ എന്താണ്? ദ അവർ ഓഫ് ട്രൂത്ത്. അതൊരു വൺ ആക്ട് പ്ലേ ആണ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് സെറ്റായി. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ആണ് യൂണിറ്റ് 3 ചാലഞ്ചസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ. ഓക്കെ. നമ്മൾ മനുഷ്യരാണ് അല്ലേ? നമുക്ക് ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. എപ്പോഴും ലൈഫിൽ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല. ലൈഫ് ഈസ് ലൈക്ക് എ റോളർ കോസ്റ്റർ എന്നല്ലേ? ഒരു കയറ്റം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരു ഇറക്കം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ
എന്താ പറയുക, ചാലഞ്ചസിനെ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം എന്ന് നമ്മളെ കാണിച്ചു തരുന്ന യൂണിറ്റ് ആണ് എന്ത്, ചാലഞ്ചസ് ഓഫ് ലൈഫ്. ഓക്കെ ആണോ? അത് മാത്രമല്ല, നിങ്ങളൊക്കെ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരാണ്, ഭാവിയിലെ എന്താ പറയുക ഓൺട്രപ്രണേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പിന്റെ ബാലപാഠങ്ങൾ അതും കൂടി ഈ യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്, ഇർഫാൻ അലം. ഭയങ്കര എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആണ് ആര്, ഇർഫാൻ അലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ, A Three-Wheeled Revolution, അത് വരുന്നുണ്ട്. ആൻഡ് ദീദി എന്ന് പറയുന്ന ഒരു ലൈഫ് റൈറ്റിംഗ് വരുന്നുണ്ട്. ആൻഡ് സ്റ്റാമർ, സച്ചിദാനന്ദൻ സാറിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണെന്ത്, സ്റ്റാമർ, വിക്ക് എന്ന് പറയില്ലേ. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ 3ാമത്തെ യൂണിറ്റും സെറ്റായി. ആൻഡ് നെക്സ്റ്റ് വരുന്ന എന്താണ്, നമ്മുടെ യൂണിറ്റ് 4, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, ഇറ്റ്സ് എ സ്പീച്ച് ബൈ വങ്കരി മാത്തൈ. വളരെ എന്താ പറയുക തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് വങ്കരി മാത്തയുടെ. തോട്ട്ഫുൾ ആയിട്ടൊരു സ്പീച്ചാണ് എന്ത്, വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഇനി അതിനുശേഷം വരുന്നതാണ് ഒരു എസ്സേ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആൻഡ് റൈസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഒരുപാട് അറിവ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. വി അക്വയർ നോളജ്, സ്കൂളിൽ പോയിട്ടും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടൊക്കെ നമുക്ക് ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ അറിവ് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് അല്ലേ, പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അവബോധം നൽകുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്, ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അവിടെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ആ പേര് വായിക്കുമ്പോഴേ നിങ്ങൾക്കറിയാം നമ്മുടെ മെന്റൽ ഹെൽത്തിനും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ആസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് എന്ത്, 5th യൂണിറ്റ്, ദ ലൈറ്റർ സൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ പറയാ ഭയങ്കര കട്ടിയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് വന്നു അല്ലേ. ആൻഡ് 5ാമത്തെ യൂണിറ്റിൽ എത്തുമ്പോൾ എന്താ, റിലാക്സ്ഡ് ആയിട്ടിരിക്കാം, ചിരിക്ക് പ്രാധാന്യം കൊടുക്കുന്ന. നോക്കൂ, ഹ്യൂമൻ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ചിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. ചിരി മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന പറയാം. നമ്മുടെ മെന്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ചിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹ്യൂമറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത്, ദ ലൈറ്റർ സൈഡ്. ഇവിടെയും നമുക്ക് പ്രധാനമായും 3 ചാപ്റ്റേഴ്സ് തന്നെയാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താ, ഒരു 1 ആക്ട് പ്ലേ ആണ്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു പോയാണ്, ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ആൻഡ് ലാസ്റ്റ് വരുന്നത് ഒരു സ്റ്റോറിയാണ്, ക്രൈം ആൻഡ് പണിഷ്മെന്റ്. നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ് എന്ത്, ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ, നമ്മുടെ യൂണിറ്റിന്റെയും നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ കടക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലോട്ടാണ്. അതായത് ഇപ്പോൾ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്തു അല്ലേ. ഇനി ഒരു എക്സാം വരുമ്പോൾ എത്ര മാർക്കിനാണ് വെയിറ്റേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കണം എന്നെല്ലാം എന്താ ഒരു ടാബുലാർ ഫോമിൽ മിസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. നിങ്ങളിത് മനസ്സിൽ വെച്ച് വേണം ഓരോ എക്സാമിന് എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് മൊത്തം 24 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, 100 മാർക്കിനാണ് നമുക്ക് എക്സാം ഉണ്ടാവുക അല്ലേ. അതായത് 80 മാർക്കിന് നമ്മൾ റിട്ടൺ എക്സാം നമ്മൾ എഴുതിയെടുക്കണം അല്ലേ. അതിൽ 24 മാർക്ക് ഏത് യൂണിറ്റിൽ നിന്നായിരിക്കും, ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്നായിരിക്കും. ഇനി സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 18 മാർക്ക്, തേർഡ് യൂണിറ്റിൽ നിന്ന് 22 മാർക്ക്, ഫോർത്ത് യൂണിറ്റിൽ നിന്ന് 30 മാർക്ക്. ഒന്ന് നോക്കിയാടാ, ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു യൂണിറ്റ് ആണെന്ത്, നമ്മുടെ 4th യൂണിറ്റ് ആയിട്ടുള്ള ലിവ് ആൻഡ് ലെറ്റ് ലിവ്. എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ, നോക്കാം. ആൻഡ് ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് 10 മാർക്കിനാണ്. ഒന്നും നിസ്സാരമായിട്ട് കളയണ്ട, നമുക്കെല്ലാം ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു വെയിറ്റേജിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുക, നമ്മുടെ 4ാമത്തെ യൂണിറ്റ് പഠിക്കുക, പിന്നെ 3ാമത്തെ യൂണിറ്റ് പഠിക്കുക, പിന്നെ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുക. അങ്ങനെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ ആണല്ലോ. ഇനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ, നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ 12 മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ റീഡിങ് കോംപ്രൻഷൻ ഉണ്ടാവും, പോയം കോംപ്രൻഷൻ ഉണ്ടാവും, അതല്ലാതെ പാസേജ് വന്നിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം കൂടി ചേർത്ത് 12 മാർക്കിനാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ അല്ലേ. ബാക്കി 92 മാർക്കും എങ്ങനെയാണ് നമുക്ക് കിട്ടുക, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. ഓക്കെ അല്ലേ. നമുക്കറിയാലോ
6 മാർക്കിനായാലും 7 മാർക്കിന് 8 മാർക്കിനൊക്കെ നമുക്ക് എന്താ വരിക, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് എവിടെ കൊടുക്കണം, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കോഴ്സസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്ന് മനസ്സിലായി. ഇനി നമ്മൾക്ക് ഡിസ്കോഴ്സസ് നോക്കാം. അതായത് +2 ഇംഗ്ലീഷിൽ എക്സാമിന് നമ്മൾ ഏതൊക്കെ ഡിസ്കോഴ്സസ് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ലിസ്റ്റായിട്ട് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന എന്താ, ഫോർമൽ ലെറ്റർ പഠിക്കാനുണ്ട്, ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടാകും, സ്പീച്ച് എഴുതാനുണ്ടാകും, പിന്നെന്താ അപ്രീസിയേഷൻ അല്ലേ. എന്താ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്രീസിയേഷൻ്റെ കൂടെ നമ്മൾ പഠിച്ച പോയും വേറൊരു പോയം കൂടി തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനുണ്ടാവും, കമ്പയർ ചെയ്ത് എഴുതാനുണ്ടാവും, താരതമ്യം ചെയ്ത് എഴുതാനുണ്ടാവും. ഓക്കെ, അതും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം, അതും നമ്മൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ബ്ലോഗ് ഉണ്ട്, റിവ്യൂ എഴുതാനുണ്ടാവും, ബ്ലോഗ്, നരേഷൻ, റൈറ്റ് അപ്പ്, പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ക്യാരക്ടർ സ്കെച്ച്, പിന്നെന്താ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ജോബ് ആപ്ലിക്കേഷൻ, അതായത് ഒരു ജോലിക്ക് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ റെസ്യൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും, +2 നമ്മൾ പഠിക്കും കേട്ടോ, വരുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി എസ്സേ ഉണ്ട്, ഡിബേറ്റ്, ഡയറി, അതുപോലെ തന്നെ സെമിനാർ പേപ്പർ, റിപ്പോർട്ട്, കാര്യങ്ങൾ ഇതെല്ലാം ചേരുന്നതാണ് എന്ത്, നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ട് അല്ലെങ്കിൽ എണ്ണം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, വളരെ ഈസിയാണ്. ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് കോണ്ടെക്സ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് സെറ്റ് ആക്കാം. അടുത്തത് ഇനി ഗ്രാമർ പാർട്ടിലോട്ട് കിടക്കാം. ഓക്കെ, പക്ഷേ ഗ്രാമർ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെ അല്ലെങ്കിൽ എന്താ പറയുക, മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ പാർട്ടും കാര്യങ്ങളൊന്നും അല്ല ഇംഗ്ലീഷിൽ. നോക്കാം. പ്രിപ്പോസിഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, എഡിറ്റിംഗ് ഉണ്ടായിരിക്കും, ഇഫ് ക്ലോസ് ഉണ്ടാവും, ഫ്രേസൽ വെർബ്സ്, നമ്മൾ കുഞ്ഞു ക്ലാസ് തുടങ്ങി അല്ലേ, 8ാം ക്ലാസ് തുടങ്ങി നമ്മൾ പഠിച്ചിരുന്ന സാധനമാണ് ഫ്രേസൽ വെർബ്സ് അല്ലേ. അതുപോലെ തന്നെ ഇഡിയംസ് ഉണ്ടാവും, അഡ്ജക്റ്റീവ് ഫ്രേസസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ഗ്രാമർ പാർട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സോഫാർ നമ്മൾ എന്തൊക്കെ കണ്ടു, ഇംഗ്ലീഷിലെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു, ഓരോ യൂണിറ്റ്സിലും വരുന്ന ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു, ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വരാമെന്ന് കണ്ടു, ആൻഡ് ഫോർമാറ്റ്സ് കണ്ടു, ഗ്രാമർ പാർട്ട് കണ്ടു, ആൻഡ് ലാസ്റ്റ് വണ്ണാണ് എന്ത്, PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഈ PYQ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നൽകുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ +2 ഇംഗ്ലീഷിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് മിസ് കരുതുന്നു. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.